Dear students, good morning. കുട്ടികളെ നമ്മൾ പോപ്പുലേഷൻ എക്കോളജിയുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്കുകൾ നമുക്ക് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്കറിയാം ഇതായിരുന്നു നമ്മുടെ സിലബസ്. ഇതിൽ നമ്മൾ അവസാനം പറഞ്ഞിരുന്നത് മെറ്റാ പോപ്പുലേഷൻ വരെ ആയിരുന്നു അല്ലെ? മെറ്റാ പോപ്പുലേഷൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം മെറ്റാ പോപ്പുലേഷൻ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അതിൽ നമുക്ക് പറയാനുള്ളത് we can say that എന്താണ് environmental resistance, aggregation and dispersal, carrying capacity, species interaction. ഓക്കെ, ഈ തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ഇന്റർസ്പെസിഫിക്, ഹെർബിവോറി, കാർണിവോറി, അങ്ങനെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പല ക്ലാസ്സിലും പഠിച്ചതാണ്. ബട്ട് വി ഹാവ് ടു സമ്മറൈസ് ആസ് എ MSc പെർസ്പെക്റ്റീവ്. So we have to discuss what is actually the environmental resistance and related topic. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ദിസ് ഇസ് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇന്ററാക്ഷൻസ് ഓർ വി ക്യാൻ സേ ദാറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ആൻ ഇന്ററാക്ഷൻ. ഓൾ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. നമുക്കറിയാം ഒരു മൂവ്മെന്റ്. സി ദിസ് ഈസ് എ മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു എ ഷോർട്ട് പ്ലേസ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വി ക്യാൻ സേ സീസണൽ മൂവ്മെന്റ്. ഓക്കെ, ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇന്ററാക്ഷന് വേണ്ടി പോകുന്നതാണ് അല്ലെ? ഇവിടെ ഒരു ഒച്ച വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അവിടെ ഉച്ച എന്തോ ഒന്ന് കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ഇന്ററാക്റ്റീവ് പെർസ്പെക്റ്റീവ്. ഒരു ഇന്ററാക്റ്റീവ് മോട്ടിവേഷൻ ഇതിന്റെ പുറകിലുണ്ട്. ദെൻ സീസണൽ മൂവ്മെന്റ്, വൺ വേ മൂവ്മെന്റ് ഉണ്ട്, വൺ റിട്ടേൺ മൂവ്മെന്റ് ഉണ്ട്, ദെൻ മൾട്ടിപ്പിൾ റിട്ടേൺസ്, ജെൽ ഫിഷ് മൂവ്മെന്റ് എക്സെട്ര. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാൽ ദിസ് ആർ ദ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ്സ്. These movements are based on certain intention that may be interactions. So ecologically different interactions are taking place. Whether it is positive or negative, maybe you can say that interaction is happening. Now, our topic is what is actually environmental resistance. Environmental resistance, factors that tend to reduce population growth rates. പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി പരിസ്ഥിതി ഉണ്ടാക്കുന്ന പ്രതിരോധത്തെയാണ് എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് പല പല രംഗത്തും നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നൗ വി ക്യാൻ സേ ദാറ്റ് വി ആർ ഇൻ ദ വേൾഡ് ഓഫ് പാൻഡമിക് അല്ലേ? നമുക്ക് പാൻഡമിക്കിന്റെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതും ഒരു റെസിസ്റ്റൻസ് ആണ് പരിസ്ഥിതിയുടെ. കാരണം എന്തിന്റെയൊക്കെ റെസിസ്റ്റൻസ്? പൊല്യൂഷൻസ് കുറയ്ക്കാനുള്ള പ്രതിരോധം അല്ലെ? ആളുകളുടെ എണ്ണം കുറയാതിരിക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടാതിരിക്കാനുള്ള പ്രതിരോധം. നമുക്കറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് പാൻഡമിക് എന്ന് പറയുന്ന കൊറോണയുടെ പാൻഡമിക് ഇവിടെ ഉണ്ടാക്കിയത് എന്താ നമുക്കറിയാം. വി ക്യാൻ സേ ദാറ്റ് ടോളറൻസ് ലെവലിലാണ്, നമ്മൾ അതിജീവനത്തിന്റെ പാതയിലാണ്. അപ്പം ഓൾറെഡി പരിസ്ഥിതി ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട്. മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, പരിസ്ഥിതി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് നമുക്കത് നിയന്ത്രിക്കാൻ കഴിയാത്തത്. മനുഷ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ റെസിസ്റ്റൻസ് ഫാക്ടേഴ്സ് ദാറ്റ് ടെൻഡ് ടു റെഡ്യൂസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാനുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയും. കാരണം പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് പരിസ്ഥിതിയുടെ സ്പേസ് പോകുന്നു, പരിസ്ഥിതിയുടെ ഇടപെടലിന്റെ എന്താ പറയുക പ്രത്യാഘാതങ്ങളുടെ നിരക്ക് കൂടുന്നു. ഇങ്ങനെ ലോട്ട് ഓഫ് ഇമ്പാക്ട്സ് ആർ ദെയർ, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദെൻ എന്തൊക്കെ ആവാം ഈ പറയുന്ന റെസിസ്റ്റൻസ്? വൺ ഈസ് കോൾഡ് ഡെൻസിറ്റി ഡിപെൻഡന്റ് റെസിസ്റ്റൻസ്, ലിങ്ക് ടു പോപ്പുലേഷൻ സൈസ്, ഡിസീസ്, lack of food. Then density independent resistance, often environmental droughts, floods, habitat destruction, etc. Then intrinsic resistance, attributes of a species, slow reproduction. Then extrinsic, that is external to a species, predators, competitors, and environmental risk. So we can say that there are different lots of factors. I am summarized all these aspects into one slide. That is, resistance is happening in the environment due to different activities. ഇപ്പം മഴ വരുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലേ? സ്വാഭാവികമായിട്ടും മഴ വരുമ്പോൾ കൺസ്ട്രക്ഷൻസ് കുറയും അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ആർ ദർ. ബട്ട് വി ആർ തിങ്കിങ് വിത്തിൻ ദ ഫ്രെയിം ഓഫ് സിലബസ്. വി ക്യാൻ സേ ദാറ്റ് there are four important type of resistance. They are density dependent, they are density independent, they are then intrinsic and eccentric. This is a very short and crispy information regarding the environmental resistance.
പോപ്പുലേഷൻ സൈസ് കൂടുന്നു നമ്മൾ പറഞ്ഞു, സ്വാഭാവികം റെസിസ്റ്റൻസ് കൂടുമ്പോൾ. അപ്പൊ പോപ്പുലേഷൻ റെസിസ്റ്റൻസ്, പോപ്പുലേഷന്റെ സൈസ് ഇല്ലേ, റിഗാർഡിങ് സം ഇമ്പോർട്ടന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, പക്ഷേ ഈ പെർസ്പെക്റ്റീവ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെ, ഗ്രോത്ത് ഫാക്ടേഴ്സ്, എബയോട്ടിക് ഗ്രോത്ത് ഫാക്ടേഴ്സ്, എബയോട്ടിക് അല്ലെ, പല രീതിയിലുണ്ട്. ദെൻ ബയോട്ടിക് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട റെസിസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഉണ്ടോ എൻവിറോൺമെന്റ് റെസിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ബയോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് മെക്കാനിസം ഉണ്ട്. എങ്ങനെയാണത് പറയാ? ഫേവറബിൾ ലൈറ്റ്, ഫേവറബിൾ ടെമ്പറേച്ചർ, ഫേവറബിൾ കെമിക്കൽ എൻവിറോൺമെന്റ്, ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്രിട്ടിക്കൽ ന്യൂട്രിയൻസ്. All these are some of the most important aspects of abiotic growth factors. Then abiotic, another important thing, disease decrease factors. ചിലത് ഗ്രോത്ത് ഫാക്ടേഴ്സും ഇപ്പോഴത്തെ ഡിഗ്രീസ് ഫാക്ടേഴ്സ് ആണ്, പോപ്പുലേഷന്റെ സൈസ്. അതിലൊന്നാണ് എൻവിറോൺമെന്റ് റെസിസ്റ്റൻസ്. സോ അവർ പോയിന്റ് ഈസ് എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് വിത്ത് റിഗാർഡ് ടു ദ പോപ്പുലേഷൻ. എങ്ങനെയാ നമ്മൾ ഇവിടെ അത് പറയുന്നത്? നമുക്ക് പറയാൻ പറ്റും, പോപ്പുലേഷൻ സൈസിനെ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒന്ന് ഗ്രോത്ത് ഫാക്ടറും മറ്റൊന്ന് ഡിഗ്രീസ് ഫാക്ടറുമാണ്. ക്ലിയർ ആണല്ലോ? ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ബയോട്ടിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഡിഗ്രീസ് ഫാക്ടർ എന്താണ്? എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ബയോട്ടിക് പൊട്ടൻഷ്യലിനെ നമുക്ക് എബയോട്ടിക് ലെവലിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഫേവറബിൾ ആയിട്ടുള്ള ലൈറ്റ് വേണം, ഗ്രോത്ത് കൂടും. ഫേവറബിൾ ആയിരിക്കുന്ന ടെമ്പറേച്ചർ വേണം, ഗ്രോത്ത് കൂടും. ഫേവറബിൾ ആയിരിക്കുന്ന കെമിക്കൽ എൻവിറോൺമെന്റ് വേണം, ഗ്രോത്ത് കൂടും. ഒപ്റ്റിമൽ ലെവൽ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാടാവരുത്, ഒരുപാടാകുമ്പോൾ സ്ട്രെസ് ആവും. ദെൻ അനദർ ഇമ്പോർട്ടന്റ് തിങ്, ഗ്രോത്ത് ഫാക്ടേഴ്സിനെ റെഡ്യൂസ് ചെയ്യാറുണ്ട്, ഡിഗ്രീസ് ചെയ്യാറുണ്ട്. എങ്ങനെ? എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ. എന്താണ് എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ്? ടു മച്ച് ഓർ ടു ലിറ്റിൽ ലൈറ്റ്. ഒന്നുകിൽ വളരെ വലിയ ലൈറ്റ് ആയിരിക്കും, അപ്പൊ ചൂട് കൂടി ചെടികളൊക്കെ മരിച്ചു പോകും. ടെമ്പറേച്ചർ ടു ഹൈ ഓർ ടു ലോ, ടെമ്പറേച്ചർ ചിലപ്പോൾ വളരെ എക്സ്ട്രീം ആയിരിക്കും. അൺഫേവറബിൾ കെമിക്കൽ എൻവിറോൺമെന്റ്, ടു മച്ച് ഓർ ടു ലിറ്റിൽ ഓഫ് വി ക്യാൻ സേ ദാറ്റ് ക്രിട്ടിക്കൽ ന്യൂട്രിയൻസ്. അപ്പം ന്യൂട്രിയൻസിന്റെ എന്താ പറയാ, വളരെ വലിയ, അതായത് കൂടുതൽ ന്യൂട്രിയൻസ് ഉണ്ടാവുന്നു, ന്യൂട്രിയൻസിന്റെ ആധിക്യം ഉണ്ടാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവർ പോയിന്റ് ഈസ് എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ്. എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസിനെ എങ്ങനെയാണ് പോപ്പുലേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഗ്രോത്തിനെ ചില സമയത്ത് ഡിഗ്രീസ് ചെയ്യും. ആ ഡിഗ്രീസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് പോപ്പുലേഷൻ എക്കോളജിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെയും ഫാക്ടേഴ്സ് നമുക്ക് പറയാം. ബയോട്ടിക് ഫാക്ടേഴ്സ് വീണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റും. എന്തൊക്കെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്? ഹൈ റീപ്രൊഡക്റ്റീവ് റേറ്റ് ആയിരിക്കും, അല്ലെ, നല്ല കണ്ടീഷൻസ് ഉണ്ടാവും. ദെൻ ജനറലൈസ്ഡ് നിഷ, ജനറലൈസ്ഡ് ആയിരിക്കുന്ന എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന നിഷയും ഉണ്ടാവും. അഡിക്വേറ്റ് ഫുഡ് സപ്ലൈ ഉണ്ടാവും. suitable habitat ആയിരിക്കും. ability to complete, okay, all these are the favorable thing. But regarding to the resistance, നമ്മൾ ഒരു എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസിന്റെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. എന്തൊക്കെയാണത്? വി ക്യാൻ സി ലോ റീപ്രൊഡക്റ്റീവ് റേറ്റ്, നമുക്കതാണ് ആവശ്യം. സ്പെഷ്യലൈസ്ഡ് നിഷ, ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും, അതായത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമേ അവിടെ കാര്യങ്ങൾ ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. മറ്റുള്ളവർക്ക് നാമാവിശേഷമായി പോകാനുള്ള സാഹചര്യങ്ങൾ പരിസ്ഥിതിനെ സൃഷ്ടിക്കും. ദെൻ ഇൻഅഡിക്വേറ്റ് ഫുഡ് സപ്ലൈ, വേണ്ടത്ര ഫുഡേ ഉണ്ടാവില്ല. unsuitable or destroyed habitat. Then too many competitors, insufficient ability to hide from the defend against predators, inability to resist disease and parasites, inability to migrate and live in other places. So we can say that as a result of these environmental resistance, the species will become distinct, or the higher population will lower, or the population decrease has been happening. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞത്, പോപ്പുലേഷനെ ഏറ്റവും നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ്. നോർമലി 2 രീതിയിലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. അത് വളരെ ക്ലിയർ ആണ്. ഒന്ന് അതിനെ ഗ്രോത്ത് ഫാക്ടറായി മാറുന്നു, മറ്റൊന്ന് എൻവിറോൺമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഡിഗ്രീസ് ഫാക്ടറായി മാറുന്നു. സോ എൻവിറോൺമെന്റൽ റെസിസ്റ്റൻസ് ആൾവേസ് ഡിപ്പെൻഡ്സ് whether it is positive or negative, or environmental resistance always decreasing the population. ചിലപ്പോൾ അത് ബ്ലസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ അത് നമുക്ക് വളരെ വലിയ അപകടം ഉള്ള ഒന്നായിരിക്കും, ചിലപ്പോൾ അനുഗ്രഹമായിരിക്കും. അപ്പോൾ പാൻഡമിക് വന്നത് ചില കാര്യത്തിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ചില കാര്യത്തിൽ ഭയങ്കര അപകടങ്ങളുണ്ട്. അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതി സംബന്ധമായ പൊല്യൂഷൻ കുറഞ്ഞു, ആയിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന കല്യാണങ്ങൾ 10 ആൾക്കാരുടേതായി, വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുമുണ്ടാവുന്ന വേസ്റ്റ് കുറഞ്ഞു, അല്ലെ, ഓഡിറ്റോറിയങ്ങളിൽ വലിയ പരിപാടി നടക്കുമ്പോൾ എത്രയോ പ്ലാസ്റ്റിക്കുകൾ കൂടുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സംഗതി ഉണ്ട്. ബട്ട് മനുഷ്യന്മാരവിടെ പെട്ടുപോയി എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. ബട്ട് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് എൻവിറോൺമെന്റൽ പെർസ്പെക്റ്റീവ് വി ക്യാൻ സേ ദാറ്റ് സംതിങ്
pandemic, or we can say that this COVID pandemic is a blessed for environment. Okay, അപ്പോൾ ഇത് environmental resistance-ന്റെ വേറൊരു perspective ആണ്. Clear? So what is environmental resistance? What is the relation between environmental resistance and population growth? Clear? ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താണ്? What is aggregation? എന്താണ് aggregation? It follows that is the species become established in an area. They flower, fruit and produce seeds. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ചെടി അങ്ങ് വളരുകയാണ്. ചെടി വളരുന്നതോടുകൂടി അത് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. പിന്നെ അവിടെ അത് ഡോമിനന്റ് ആയി എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ച് the species will become the most strongest and most fittest species in that particular area. That is what is called aggregation. The seeds germinate and the number of species increases in number. Seed germinate ചെയ്യുകയും അവ number of species കൂടുകയും ചെയ്യുന്നു. This increase in number of the species is called aggregation. അങ്ങനെ ഒരു സീഡ് വലുതായി ഒരുപാട് സീഡുകൾ ഉണ്ടായി ആ സീഡിൽ നിന്നും ഒരുപാട് മരങ്ങൾ ഉണ്ടാവുന്ന പരിസ്ഥിതിയിൽ ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് അഗ്രിഗേഷൻ എന്ന് പറയുക. അഗ്രിഗേഷൻ ഈസ് നത്തിങ് ബട്ട് ഒരാൾ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഒരു വിത്തിട്ട് ആ വിത്ത് വലുതായി ഒരു മരമായി ആ മരത്തിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടായി ആ പൂക്കളൊക്കെ ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ടുകൾ ഉണ്ടാക്കി ആ ഫ്രൂട്ടിൽ നിന്ന് ഒരുപാട് സീഡ് ഉണ്ടായി ആ സീഡിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉണ്ടായി അങ്ങനെ ആ പ്രദേശം മുഴുവനും ഒരു പർട്ടിക്കുലർ സ്പീഷീസിനാൽ സമ്പുഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കോളേജിൽ ഒരു ഞാവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഞാവൽ ചെടിയിൽ നിന്നുണ്ടായിട്ടുള്ള ഞാവൽ പൂവിൽ നിന്നുണ്ടായിട്ടുള്ള ഫ്രൂട്ടിൽ നിന്നും ആ ഫ്രൂട്ടിലുള്ള ആയിരിക്കുന്ന സീഡിൽ നിന്നും ഉണ്ടായ ഒരു പർട്ടിക്കുലർ മരമാണ്. അത് പിന്നെ വളർന്ന് പന്തലിച്ച് ഒരുപാട് ഞാവൽ മരങ്ങളായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അഗ്രിഗേഷൻ. ക്ലിയർ? Another important thing, ഈ അഗ്രിഗേഷന് കൂടെ വളരെ പ്രധാനമായിട്ടും പറയേണ്ട വേറൊരു ടോപ്പിക്കാണ് ഡിസ്പേഴ്സൽ. What is actually dispersal? Dispersal is nothing but it is a movement or it is a displacement. അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. That is the term dispersion or dispersal. Dispersal is basically an ecological process which is an adaptive part of life history of every species. ഒരു എക്കോളജിക്കൽ പ്രോസസ് ആണ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അത് ഒരു പരിസ്ഥിതിയിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് അഡാപ്റ്റ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ്. എ ന്യൂ ലൊക്കേഷൻ ഈസ് ആൾവേസ് ലൈക്ക് ടു ബി മോർ ഫേവറബിൾ ദാൻ എൻ എക്സ്ട്രാക്ട് ബർത്ത് പ്ലേസ്. അല്ലേ, ഇപ്പൊ നമ്മൾ ഒരു കോളേജിൽ പഠിച്ച കുട്ടികൾ, ഡിഗ്രിക്ക് പഠിച്ച ഒരു കുട്ടി PGക്ക് വേറൊരു കോളേജിൽ എത്തും. അല്ലെ, നമ്മൾ അതിന് പറയാം അക്ലിമറ്റൈസേഷൻ ആണ്. അല്ലെ, വേറൊരു കോളേജിൽ എത്തുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് കാലം നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം വി ആർ നോട്ട് അറ്റ് ഓൾ അക്ലിമറ്റൈസ്ഡ്. അങ്ങനെ അവിടെ അക്ലിമറ്റൈസ് ചെയ്തിട്ട് അവിടെ തന്നെ പിന്നീട് ലെക്ചർ ആവുന്ന ടീച്ചേഴ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഇൻ എവറി ഓർഗാനിസം. Usually biogeographers must look at the dispersal as a historical process and must interfere the nature and timing of the past long time. അല്ലെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെടികളുണ്ടല്ലോ. ഇപ്പൊ കോഫി അറബിക്ക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കോഫി ഉണ്ട്. അത് എവിടുന്നാ വന്നത് പുറത്തുനിന്നാണല്ലോ. അല്ലെ, ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്ന റബ്ബർ ഉണ്ട്, വന്നത് എവിടുന്നാണ്? ബ്രസീലിൽ നിന്നാണല്ലോ. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് കുറെ ആൾക്കാർ, അവരവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ അവിടെ ഇങ്ങോട്ട് വന്ന കുറെ ആൾക്കാരുണ്ട്, അതിൽ കുറച്ച് ആൾക്കാർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആൻഡ് ദെൻ അത് നമ്മളെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട ഫുഡ് സോഴ്സ് കൂടിയാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം കൂടിയാണ് റബ്ബർ എന്ന് പറയുന്നത്. എവിടുന്നാ വന്നത്? ബ്രസീലിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം. അതൊരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി, അത് അക്ലിമറ്റൈസ് ചെയ്ത്, അത് ഫ്ലവർ ചെയ്ത്, അത് വലിയ പ്രസ്ഥാനമായി മാറുന്ന പ്രക്രിയക്കാണ് ഡിസ്പേഴ്സൽ എന്ന് പറയാം. There is a variation within the population in dispersal ability. A successful dispersal depends on long distance transport, withstanding unfavorable conditions during the travel and upon early arrival, establishing a വയബിൾ പോപ്പുലേഷൻ. അപ്പം ഒരാൾ ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തളിപ്പറമ്പിൽ നിന്നുള്ള ഒരു ചെടി പയ്യന്നൂരിൽ വന്ന് നിൽക്കുക എന്നുള്ളത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല. ബ്രസീലിൽ നിന്ന് വന്ന് നമ്മുടെ ആലക്കോട് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിസ്പേഴ്സൽ. അല്ലെ, സൗദി അറേബ്യയിൽ നിന്ന് കോഫി എന്ന് പറയുന്ന ചെടി നമ്മുടെ നാട്ടിൽ വന്ന് അത് ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല കോഫിയായി മാറുന്ന കണ്ണൻദേവൻ ടീ ആയി മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിസ്പേഴ്സൽ. അല്ലെ, അത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ മരുഭൂമിയിൽ നിന്ന് വന്നു.
അങ്ങനെ ഒരുപാട്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്പീഷീസ് ഉണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് നോട്ട് എ സ്പെസിഫിക് കോഫിയ അറബിക്ക. ദർ ആർ ലോട്ട് ഓഫ് പ്ലാന്റ്സ് which are coming from different countries and they are established in this particular country and then will become the one of the most important source of our income.